ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നാം ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത്. ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു സുഖം അനുഭവിക്കണമെങ്കിൽ അതിനനുസരിച്ച കർമ്മം നമ്മൾ ചെയ്യേണ്ടി വരും. ആഗ്രഹങ്ങൾ ഓരോന്നും വരുന്നതിനനുസരിച്ച് മനസ്സ് സ്വസ്ഥതയില്ലാതെ പല കാര്യങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഒരാഗ്രഹം നടന്നാൽ അടുത്തത് ഒരു താമസവുമില്ലാതെ മനസ്സിലേക്ക് കടന്നു വരും. അങ്ങനെ ആഗ്രഹങ്ങൾ കൂടുമ്പോൾ കൂടുതൽ കൂടുതൽ കർമ്മങ്ങളും അവയോട് ബന്ധിച്ച് കൂടുതൽ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നാം ചെയ്യുന്ന ഓരോ കർമ്മവും ധർമ്മത്തിനനുസരിച്ചല്ലാതെ വന്നാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കും ബന്ധനങ്ങളിലേക്കുമെല്ലാം നമ്മളെ നയിച്ചു കൊണ്ടുപോകും. ആ കർമ്മചക്രത്തിൽ നിന്നും പുറത്തു കടക്കാൻ ഒരിക്കലും സാധിക്കാതെ വരികയും ചെയ്യും. ഈ കർമ്മചക്രം മരണത്തിന് ശേഷം അടുത്ത ജന്മത്തിലേക്കും നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരു കർമ്മവും ചെയ്യാതിരിക്കാനും ഇതുവരെയുള്ള കർമ്മവാസന നമ്മളെ സമ്മതിക്കുകയില്ല. ശരീരം വെറുതെ ഇരുന്നാലും മനസ്സെപ്പോഴും എന്തെങ്കിലും കർമ്മത്തിൽ മുഴുകിക്കൊണ്ടേയിരിക്കും. അതിനാൽ അതും പ്രായോഗികമല്ല. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത്, ചിട്ടയോടും നിഷ്ഠയോടും കൂടി അവനവന്റെ കർമ്മം ഫലത്തെപ്പറ്റി ചിന്തിക്കാതെ കർമ്മയോഗമാക്കി അനുഷ്ഠിച്ച് മുന്നോട്ടു പോവുക എന്നതാണ്.